എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചാള വരട്ടിയതാണ്. അതിനു വേണ്ടി കറിച്ചട്ടിയാണ്, മൺചട്ടിയാണ് ഏറ്റവും നല്ലത്. ഇനി അതിൽ ചാള വരട്ടിയത് ഉണ്ടാക്കണം. അതിന് വേണ്ടി ഞാൻ കുറച്ച് കോക്കനട്ട് ഓയിൽ ഇട്ട് കൊടുക്കുകയാണ്. ഏതെണ്ണ വേണമെങ്കിലും എടുക്കാം. ബെസ്റ്റ് കോക്കനട്ട് ഓയിൽ തന്നെയാണ്. ഇനി ഇത് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഇട്ടതിന് ശേഷം കുറച്ച് പൊട്ടി വരുന്നത് വരെ ഞാൻ ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞത്, കറിവേപ്പിലൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, പുളി പിഴിഞ്ഞത്, സവാള പൊട്ടി അരിഞ്ഞത്, പൊടികളെല്ലാം അതാത് സമയത്ത് ഇട്ട് കൊടുക്കാം. അത് മൂത്ത് വന്നിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെല്ലാം ഒരു പാത്രത്തിലെടുത്ത് കലക്കി ആണ് ഇട്ട് കൊടുക്കേണ്ടത്. ഇതിന് ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറവാണ് ഇപ്പം ഞാൻ കറികളൊക്കെ വെക്കുമ്പോൾ എടുക്കുന്നത്. കുറച്ച് മുളക് പൊടി വെള്ളം ഇട്ട് കുഴച്ചെടുക്കാം. ഇത്രയും മുളക് പൊടി എടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇച്ചിരി കട്ടിക്ക് കുഴച്ചെടുക്കാം. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണം. അതിൽ കറിവേപ്പില ഇച്ചിരി മൂത്ത് വരുന്ന ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം ഈ കലക്കി വെച്ച മുളക് പൊടി അതിലിട്ട് കൊടുക്കാം. ഇപ്പം ഇൻഗ്രീഡിയൻസ് ഒക്കെ വളരെ കുറച്ചിട്ടാണ് കറി വെക്കുന്നത്. അതാണ് രുചി. ഇച്ചിരി നല്ലവണ്ണം മൂപ്പിക്കാം. വേണ്ടി വെച്ച് നല്ലപോലെ ഇളക്കി കൊടുക്കണം. നിങ്ങൾക്ക് ഈ കറി മാങ്ങ വെച്ചും ഉണ്ടാക്കാം. ഞാൻ വാളംപുളി പിഴിഞ്ഞത് വെച്ചാണ് ഉണ്ടാക്കുന്നത്. ഈ എണ്ണയിൽ നല്ലപോലെ ഇത് മുളക് പൊടി നല്ല പച്ചമണം പോകുന്നത് വരെ മൂപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കൊമളായിട്ട് വരുന്നത് കണ്ടില്ലേ? അപ്പോൾ മസാല മൂത്തുന്നാണ് അതിൻ്റെ. ഇപ്പം ഇച്ചിരി പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ പുളിവെള്ളം ഒഴിച്ചു കൊടുത്തു. സൈഡിൽ നിന്നെല്ലാം ഇതാക്കി പുളിവെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കും. ഇതിലെന്ത് മീൻ വേണമെങ്കിലും ചേർക്കാം. ചാളയോ അയിലയോ വേറെ അത് നല്ല കഷ്ണമുള്ള മീൻ എന്ത് വേണമെങ്കിലും ചേർക്കാം. ഇത് ഇച്ചിരി നേരം തിളക്കാൻ വെക്കണം. ഇനി ഇച്ചിരി ഇഞ്ചി പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് വെച്ചത് ഏതായാലും അതിട്ട് കൊടുക്കാം. കറി നല്ല കുറുകി വരുന്നുണ്ട്. ഇതിൽ ഉള്ളിയോ വേറെ ഒന്നും ചേർക്കുന്നില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉലുവയും ഒക്കെ മാത്രം. ഈ മീൻ നല്ലവണ്ണം ഒന്ന് വരഞ്ഞ് ഇട്ട് കൊടുക്കാം. എന്നാലേ ടേസ്റ്റ് കാണുള്ളൂ. നല്ല വരഞ്ഞതിന് ശേഷം ഇട്ട് കൊടുക്കണം. നല്ല രുചിയാണ്. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇരുന്നോളും. ഉള്ളിയൊന്നും ഇടാത്തതുകൊണ്ട് കറി ചീത്തായി പോവുകയൊന്നുമില്ല. നിങ്ങൾക്ക് വാളംപുളിക്ക് പകരം കുറക്കാപ്പുളി വേണമെങ്കിൽ ഇടാം, മാങ്ങ ചേർക്കാം, എന്താ ഇഷ്ടം അത് ചേർക്കാം. ഇത് വെള്ളം പോലെ ആക്കുകയാണെങ്കിൽ സാധാ മീൻകറി പോലെ ഇരിക്കും. കട്ടിക്ക് വെച്ച വറ്റിച്ചത്. ഇനി എന്താ ചെയ്യുക? ഇതൊന്ന് അടച്ച് ഇച്ചിരി നേരം വെച്ച് വേവിക്കണം. ഒന്ന് ഇളക്കി പതുക്കെ ഒന്ന് ഇളക്കി ഇങ്ങനെ കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം. മേളിൽ കറിവേപ്പില ഒന്ന് വിതറി അടച്ചു വെക്കണം. മസാലയുടെ വെള്ളമെല്ലാം
വറ്റി നല്ല ഉണങ്ങി നല്ല ഇതായിട്ടുണ്ട്. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് നോക്കുമ്പോൾ ദാ ഇവിടെ ഉള്ളം കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെയാണ് ടേസ്റ്റ് നോക്കേണ്ടത്. ഇതിൽ ഉള്ളിയൊന്നും ഇടാത്തതുകൊണ്ട് പുറത്ത് തന്നെ ഇരുന്നോളും. ഇനി ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സ്റ്റിക്കിലോ അലൂമിനിയത്തിലോ ഒന്നും ചെയ്യരുത്. ചട്ടിയിൽ മാത്രം ചെയ്യണം. അങ്ങനെയാണെങ്കിലേ കറി നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി അടുപ്പ് ഓഫ് ചെയ്യാം. ആവശ്യത്തിന് കുറുകിയിട്ടുണ്ട്. ഇനി ചട്ടിയിൽ ഇരുന്ന് തന്നെ തിളച്ച് കുറുകും. ഇത് കറിച്ചട്ടിയിൽ വെക്കണോണ്ട് മാത്രമുള്ള ഒരു ഗുണമാണിത്. പെട്ടെന്ന് തിളച്ച് വരും. ത്തിലുള്ള ചാള വരട്ടിയത് എല്ലാവരും ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കണേ. നിങ്ങളുടെ പരിചയത്തിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണേ. ധൃതിക്ക് അവിടെ ഇവിടെയൊക്കെ പോണ സമയത്ത് 2-3 ദിവസത്തേക്കൊക്കെ ഇത് വെച്ചാണെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാൽ ഇത് നല്ല ടേസ്റ്റ് ആയിരിക്കും. പുട്ടിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വരട്ടിയ മീനാണിത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.